പിന്നെ എനിക്ക് ഒരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിനെ കാണിച്ചപ്പോൾ ആൾ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരാളായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്. അല്ലാതെ എനിക്കൊരു നെഗറ്റീവ് തോന്നില്ല. കാരണം ഓരോ വിഷ്വൽസും നമ്മൾ ബോറടിക്കാണ്ട് ആ തിയേറ്ററിൽ ഫുൾ ടൈം എൻഗേജ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതും വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അതിശയിച്ച് പോകുന്ന വിഷ്വൽസാണ് ഇതിലുള്ളത്. പിന്നെ എന്താ നമുക്കൊരു സിനിമയിൽ വേണ്ടേ? പിന്നെ കുറേ പേരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കുറേ പേര് അതിൻ്റെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതെന്ന് പറയാൻ കുറച്ച് മടിയാണ്. അതുമാത്രമല്ല, സിനിമ കാണുന്ന സമയത്ത് എല്ലാവരുടെയും നെഗറ്റീവ് കേട്ട് പോയി കാണുമ്പോൾ ആ നെഗറ്റീവ് മാത്രം ഇങ്ങനെ നോക്കിയിരുന്ന് അത് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക, അയ്യോ അത് ശരിയാണല്ലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീല്, അതൊക്കെയാണ് കുറേ പേരുടെ പ്രശ്നം. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത സിനിമ കാണുമ്പോഴാണ് പലതും പ്രശ്നമാണ്. ഓവറായിട്ട് സ്റ്റീഫനെ കുറേ വേണം, അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ സീൻസ് കുറേ വേണം, മറ്റേത് അത് വേണം, മോഹൻലാലിൻ്റെ സീൻസ് കുറേ വേണം, അങ്ങനെയൊന്നുമല്ല. സിനിമയിൽ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പൊന്നെ മഞ്ജു വാര്യരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതിൽ അഭിനയിച്ച ഓരോരുത്തരും നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ കാണിക്കുന്ന സീനുകളെല്ലാം അടിപൊളിയാണ്. എന്നാലും ഇവർക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ല ഇത് നല്ലതാണെന്ന് പറയാനൊരു മടിയായിരിക്കും. കാരണം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ അവർ മോശക്കാരനായി പോകുന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അത് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നല്ലതെന്ന് എടുത്ത് പറയാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇഷ്ടപ്പെടുന്നു പറയും. ഇവരൊന്നും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവരൊന്നും അത് നല്ലതാണെന്ന് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ കൊള്ളില്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ റിവ്യൂസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും കമൻറ്റുകൾ വരുന്നതും എല്ലാം അതിലായതുകൊണ്ട് അതിന് നല്ല റീച്ച് കിട്ടും. അതെല്ലാവരും അറിയും. നല്ലതാണെന്ന് ചിന്തിക്കുന്നവരുടെ റിവ്യൂസൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനിടുന്ന ഈ ഒരു വീഡിയോന് എനിക്ക് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം എൻ്റെ ഒരു ചാനലിൽ പറ്റിയ കണ്ടൻ്റ് അല്ല ഈ ഒരു കണ്ടൻറ്റ്. അതുകൊണ്ടും അത് പിന്നെ ഒരുപാട് റീച്ചുള്ള ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിന് ഒരുപാട് റീച്ചും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു മനസ്സിലിട്ട് നമുക്കൊരു ഇതുണ്ടല്ലോ, ഇത് പറയണമെന്ന് നമുക്ക് തോന്നിയിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അത്രയും നല്ല സിനിമ മലയാളത്തിൽ വന്ന് ഇത്രയും നല്ല സിനിമേനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുക പോലില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം നല്ലത് എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി കണ്ടവരിൽ ഇഷ്ടപ്പെട്ടവർ മാക്സിമം നിങ്ങൾ കമൻറ്റൊക്കെ എല്ലായിടത്തും പോയി ഒന്ന് ഇട്, എല്ലാവരും മനസ്സിലാകട്ടെ. അല്ലാതെ നമ്മൾ ഇതിനെ നശിപ്പിക്കരുത്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു പടം വേറെ നമ്മുടെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.